ഒരു സെക്കൻഡ് ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുകയാണ്. ഷാബു, ഇപ്പോൾ സന്ദീപ് പറഞ്ഞ കാര്യം, ഇപ്പോൾ ഈ ഭാരവാഹി പട്ടിക വന്നതോടുകൂടി ചില ആളുകൾക്ക്, പാർട്ടിയിൽ അപ്രമാദിത്വം നേടിയിരുന്ന ചില ആളുകൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ പരാതി ഉയർന്നിട്ടുള്ള നേതാക്കൾ ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട്. അവർക്കെതിരെ ഇപ്പോഴും പരാതികൾ സംസ്ഥാന അധ്യക്ഷന് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടുന്ന് കിട്ടും, ഇവർക്കൊക്കെ എവിടുന്ന് കിട്ടും എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇനി വല്ല അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ. പിന്നെ ഒരു പാർട്ടിയുടെ നിലനിൽപ്പ്, അതിന്റെ വൈബ്രൻസി എന്ന് പറയുന്നത് അത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കണം. അതിന്റെ നേതൃത്വത്തിലുള്ളവരും അതിന്റെ അകത്തെ പ്രവർത്തകരും അവരുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ ആജീവനാന്തം ആചന്ദ്രതാരം ഒരേ ആൾക്കാരുമായിട്ടൊന്നും ഒരു പ്രസ്ഥാനത്തിന് പോകാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാവും. ഒരു കുടുംബത്തിന് നേതൃത്വം ഒരു കുടുംബത്തിന് പതിച്ചു കൊടുത്തിരിക്കുന്ന പാർട്ടികൾക്ക് അതൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതൊന്നും ശരിയായ ഒരു കാര്യമല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് കാലാനുസൃതമായ ഒരു മാറ്റം ബി ജെ പിയിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും സംഘടനാ സംവിധാനത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറമുള്ള ഒരു അതിവായനയ്ക്കൊന്നും ഞാൻ എന്തായാലും ഇപ്പൊ തയ്യാറല്ല. പിന്നെ ഇതൊരു പാർട്ടി എന്ന് പറയുമ്പം അത് മനുഷ്യർ ഉൾക്കൊള്ളുന്നതാണ്. സാധാരണ മനുഷ്യരാണ്. വികാരങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാം ഉള്ള സാധാരണ ആൾക്കാരൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് വളർന്നു വരുന്നവരും തെരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ് ഇതിന്റെ നേതൃത്വങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തൃപ്തിയും അതൃപ്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ പലരും ചിലപ്പോൾ പബ്ലിക്കായിട്ട് പ്രകടിപ്പിച്ചെന്ന് വരാം. ചിലർ അത് പ്രകടിപ്പിക്കില്ല, അത് പക്വതയോടെ ഉൾക്കൊണ്ടു എന്ന് വരാം. അല്ലാത്തവർ ചിലപ്പോൾ കസേര കിട്ടിയില്ല എന്ന് കരുതി ഇറങ്ങിപ്പോയി എന്ന് വരാം. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇന്നലെ വരെ ഉണ്ടായിരുന്നതിനെ നേരെ തിരിച്ച് ഇന്നലെ വരെ എന്താണോ പറഞ്ഞിരുന്നത് അതിന് ഘടകവിരുദ്ധമായി പറഞ്ഞു എന്ന് വരാം. അതൊക്കെ നമ്മുടെ സംവിധാനത്തിന്റെ അകത്ത്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സന്ദീപ് വാര്യരെയാണല്ലോ ഉദ്ദേശിച്ചത്. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പൊതുവെ ജനറലായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ആർക്കെങ്കിലും ആരെങ്കിലും ഉദ്ദേശിച്ചെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തോന്നിക്കോട്ടെ, എനിക്കത് പ്രശ്നമൊന്നുമല്ല. ഞാൻ ഈ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യ പാർട്ടിയിൽ മനുഷ്യരാണെന്ന് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി മനുഷ്യരാണ്. ആ സാധാരണ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യരും ഈ ലോകത്തില്ല. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുടെ വികാരങ്ങളൊക്കെ പല രീതിയിൽ ഇതിൻ്റെ അകത്ത് കണ്ടു എന്ന് വരാം. പക്ഷെ അതൊരു പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ കെട്ടുറപ്പിനെ അതെങ്ങനെയാണ് പോകുന്നത് എന്നാണ് നോക്കുക. അപ്പം ഫൈനൽ ഒരു പാർട്ടി ഒരു ഡിസിഷനിലേക്ക് എത്തി, ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇനിയും അത് പാർട്ടി എന്നുള്ള നിലയിൽ അത് എത്ര കെട്ടുറപ്പോടുകൂടി എത്ര അച്ചടക്കത്തോടുകൂടി പോകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഇവിടെ കൃഷ്ണദാസ് പക്ഷം, മുരളീധര പക്ഷം, സുരേന്ദ്രൻ പക്ഷം, മുകുന്ദൻ പക്ഷം, ഇങ്ങനെ പലതുമൊക്കെ ധാരാളം കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ട്. ശരി, ചില നേതാക്കന്മാരോട് ചില വ്യക്തികളോട് ആൾക്കാർക്ക് അടുപ്പം കൂടുതലുണ്ടാവും, കുറവുണ്ടാവും, ഒക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ഇത്രയും കാലമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചോളം, ബി ജെ പി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അങ്ങനെ തന്നെ ഇൻടാക്ട് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളിടത്താണ് അതിന്റെ വിജയം. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ വിജയം. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. ശരി.